ജാതി വർണ്ണ വർഗ വിവേചനത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് മതസൗഹാർദ്ദത്തിന്റെ വലിയ കഥ പറയാനുണ്ട് വടകര താഴെയങ്ങാടിക്ക്. താഴെയങ്ങാടിയിലെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴിക്കോട് ജില്ലയിലെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന താഴെയങ്ങാടിയിൽ കൂടുതലായും വസിക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളാണ്. അതുകൊണ്ടുതന്നെ റംസാൻ രാവുകളും വലിയ പെരുന്നാളുമെല്ലാം ഇവിടെയുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നു. ഒട്ടേറെ പാട്ടുകാരും കച്ചവടക്കാരും കരകൗശല വിദഗ്ധരുമെല്ലാം കൂടിയിരുന്ന ഒരിടം കൂടിയായിരുന്നു താഴെയങ്ങാടി. പഴയ നിരവധി മുസ്ലിം തറവാടുകൾ ഇപ്പോഴും താഴെയങ്ങാടിയിലുണ്ട്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലി ആവശ്യത്തിനും മറ്റുമായി കുടുംബങ്ങളിലുള്ളവർ താമസം മാറിയെങ്കിലും ചിലപ്പോഴെങ്കിലും എല്ലാവരും ഇവിടെ ഒത്തുകൂടാറുണ്ട്, പ്രത്യേകിച്ച് പെരുന്നാൾ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ. വലിയ പെരുന്നാൾ ദിവസം പരസ്പരം വീടുകൾ സന്ദർശിച്ചും സ്നേഹം പങ്കുവച്ചും നാട്ടിലുള്ളവരൊക്കെ ഇവിടങ്ങളിൽ ഒത്തുചേരും. പഴയ പ്രതാപത്തിന് മങ്ങലേറ്റെങ്കിലും സ്നേഹബന്ധങ്ങൾക്ക് ഒട്ടും മങ്ങലേറ്റിട്ടില്ല. അയൽവീടുകളിലും ബന്ധുവീടുകളിലും കൂടിയിരുന്ന് മൈലാഞ്ചിയിടുന്നതും ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. താഴെയങ്ങാടി എന്നത് വലിയങ്ങാടി എന്ന പേരിലാണ് പണ്ട് അറിയപ്പെട്ടത്. മലബാറിലെ സുപ്രധാനമായ വാണിജ്യ കേന്ദ്രമായിരുന്നു താഴെയങ്ങാടി. അറബികളും പേർഷ്യക്കാരും ഗുജറാത്തികളും ചവിട്ടിക്കുഴച്ച ഒരു മണ്ണാണ് നമുക്ക് താഴെയങ്ങാടിക്ക് പറയാനുള്ളത്. അവിടെ പാണ്ഡികശാലകളും മറ്റും നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. മതസൗഹാർദ്ദത്തിനും കലാവാസനകൾക്കും പേരുകെട്ട ഒരു പ്രദേശമാണ് താഴെയങ്ങാടി. ഒരു കൂട്ടായ്മയായിരുന്നു താഴെയങ്ങാടി രൂപപ്പെട്ടു വന്നത്. എല്ലാ തവണയും പോലെ ഇത്തവണയും താഴെയങ്ങാടിക്ക് ഇത് ആഘോഷത്തിന്റെ വലിയ പെരുന്നാളാണ്. സ്നേഹവും പങ്കുവയ്ക്കലും സഹനവും ഇനിയും തുടരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടുത്തുകാർക്ക് ഓരോ ആഘോഷങ്ങളും. ശരണ്യ അനൂപ്, ദൂരദർശൻ, കോഴിക്കോട്.